നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കുന്നതാണ് മക്കളെ. പ്ലീസ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ മാരകവലയത്തിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. 6 ഗ്രാം കഞ്ചാവ്, 9.5 ലക്ഷം രൂപ, പുലിപ്പല്ലടങ്ങിയ മാല പിടിച്ചെടുത്തു. കഞ്ചാവ് കുറഞ്ഞ അളവിലായതിനാൽ പോലീസ് വിട്ടയച്ച വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. മാലയിൽ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. പുലിവേട്ടയ്ക്കാണ് വനം വകുപ്പിന്റെ കേസ്. തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന വേടന്റെ മൊഴി അനധികൃതമായി ഉപയോഗിച്ചതിനാണ് അറസ്റ്റ്. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് സംഗീത നിശ ഒഴിവാക്കി. തന്റെ വീടിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറി ആസൂത്രിതമെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. പൊട്ടിയത് വെറും പടക്കമാക്കി മാറ്റാൻ പോലീസ് പെടാപ്പാട് വിടുകയാണെന്നും ശോഭ. നടക്കുന്നത് വലിയ ഗൂഢാലോചന, നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കളക്ടർ അർജുൻ പണ്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിവിധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ തീരുമാനം. ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്ക് 3ാം സ്ഥാനം. എല്ലാവർക്കും കളക്ടറുടെ അഭിനന്ദനം. വടക്കാഞ്ചേരി പുഴ നവീകരണം. പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള പരസ്യലേലം നടന്നു. 1022.595 മീറ്റർ ക്യൂബിക് മണ്ണ് ലേലം പോയത്. 5,27,000 രൂപയ്ക്ക് ലേലം കൊണ്ടത് മണ്ണുത്തി സ്വദേശി ശ്രീനാഥ്. ബോംബ് ഭീഷണിയുടെ നിഴലിൽ കേരളം. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഭീഷണിയെത്തി. രാജ്ഭവൻ, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിലും ഭീഷണി സന്ദേശം. ഒളിഞ്ഞിരുന്ന് ഭീഷണി മുഴക്കുന്ന വില്ലന്മാരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി സർക്കാർ. നിയന്ത്രണം വിട്ട് കുതിച്ചെത്തിയ സ്വകാര്യ ബസ് ലക്ഷ്മി ഇടിച്ചു തകർത്തത്. അത്യധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന യുവാവിന്റെ സ്വപ്നങ്ങൾ. തൃശൂർ സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിയായ ആദിത്യൻ ജീവിതത്തിൽ പകർന്നാടുന്നത് നിരവധി ജോലികൾ. പുലർക്കാല പത്രവിതരണക്കാരൻ, പകൽ സമയങ്ങളിൽ വിദ്യാർത്ഥി, രാത്രിയിൽ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ. 20കാരന്റെ ഇരുചക്രവാഹനം അത്താണിയിൽ വെച്ച ബസ് ഇടിച്ചു തകർത്തു. പത്രവിതരണം മുടങ്ങി. സ്കൂട്ടർ തകർത്ത ബസ് ജീവനക്കാരുടേത് വെല്ലുവിളിയുടെ സമീപനം. നഷ്ടപരിഹാരം നൽകാതെ വിദ്യാർത്ഥിയെ തള്ളിവിട്ടത് കടുത്ത പ്രതിസന്ധിയിലേക്ക്. വടക്കാഞ്ചേരിയിലെ ജനകീയ ഡോക്ടർ ശ്രീനിവാസന് അശീതിയുടെ നിറവ്. ജില്ലയിലെ തന്നെ പ്രമുഖനായ ഗൈനക്കോളജിസ്റ്റുമാരിൽ ഒരാളായ ശ്രീനിവാസന് പൗരസ്വീകരണം സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റിന് റേഷൻ. അംഗീകൃത ഏജന്റുമാർക്ക് ടിക്കറ്റുകൾ നൽകാൻ കഴിയാതെ അധികൃതർ. ലോട്ടറി മേഖലയിൽ കടുത്ത പ്രതിസന്ധി. പുതിയ പരിഷ്കാരങ്ങൾ വലിയ തിരിച്ചടിയാണെന്ന് ലോട്ടറി ഏജന്റുമാർ. ഈ മേഖലയെ തകർക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും ആരോപണം. സംവിധായകൻ ഷാജി N കരുൺ ഇനി നൊമ്പരയോർമ്മ. വഴുതക്കാട് ഉദാരശിരോമണി റോഡിലെ വസതിയായ പിറവിയിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു അന്ത്യം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റാണ്. മലയാളത്തിന് നഷ്ടപ്പെടുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വത്തെ 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു. ആദ്യ ചിത്രം പിറവി. 7 വീതം ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാവ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും. ഷീല സണ്ണിയുടെ ബന്ധുവായ യുവതിക്ക് വ്യാജ സ്റ്റാമ്പ് നൽകിയത് നാരായണദാസ് എന്ന് പോലീസ്. അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഒളിവിൽ പോയ പ്രതിയെ. വിണാലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയർ പൊട്ടിത്തെറിച്ചു. ഡ്രൈവറുടെ മനസാന്നിധ്യം വലിയ അപകടം ഒഴിവാക്കി. വിണാലൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് അപകടം നടന്നത്. ബസ് നിയന്ത്രണം വിടാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. അപകട പരമ്പരകൾ ഒഴിയുന്നില്ല. പഴയ കുറാഞ്ചേരി സെന്ററിൽ തിങ്കളാഴ്ച കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടക്കെണി ഒഴിവാക്കാൻ മേഖലയിൽ വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ.